ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ എല്ലാ ആഴ്ചയിലും കണ്ടുവരാറുള്ളതുപോലെ കാരാഗൃഹത്തിലേക്ക് അയക്കുന്നവരുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. പതിവിൽ നിന്ന് വിപരീതമായി 2 യുവതികളെയാണ് ഇത്തവണ കാരാഗൃഹത്തിലേക്ക് അയക്കുന്നത്. വൃത്തിയില്ലായ്മയാണ് പ്രധാന യുവതിയിൽ ഏവരും ആരോപിച്ച കുറ്റം. പൂക്കള പിഴിഞ്ഞും മുള്ളിയും നക്കിയുമൊക്കെയാണ് ആഹാരങ്ങളും പാനീയങ്ങളും പ്രധാനമായും യുവതി നിർമ്മിക്കുന്നത്. പതിവ് പോലെ തന്റെ ബെസ്റ്റിയായ യുവാവിനെ തനിക്ക് ജയിലിൽ ഒപ്പം കിട്ടുമെന്നും വലിയ ജയിൽ കേളികൾ ആടാമെന്ന ആഗ്രഹത്തിലായിരുന്നു പ്രധാന യുവതിയെന്ന് തോന്നുന്നു. എന്നാൽ ഇത്തവണ തന്റെ ബെസ്റ്റിയായ യുവാവിനെ കേളികളാടുവാനായി ജയിലിൽ കിട്ടിയില്ല എന്നുള്ള സത്യം പിന്നീടാണ് പ്രധാന യുവതി മനസ്സിലാക്കിയത്. ജയിലിൽ പോയ യുവതിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ചന്തിയിൽ ശൂല തെറിച്ച മട്ടാണ്. സദാസമയവും എഴുന്നേറ്റ് കമ്പിയിൽ പിടിച്ച് നിൽക്കുകയാണ്. മുടിയിൽ കളറുകളും മറ്റും തേച്ച ചില ഗോത്ര യുവാക്കൾ സന്ദർശകരായി ജയിലിന്റെ മുൻപിലുണ്ട്. കാമക്കടുവയായ യുവാവ് ജയിലിന് മുന്നിൽ തപസ്സിരിക്കുകയാണ്. തങ്ങൾ പതിവായി നടത്താറുള്ള കെട്ടിപ്പിടിയും ഉമ്മക്കളികളുമൊക്കെ ഇനി എങ്ങനെ നടത്തുമെന്ന വലിയ ആശങ്കയിലാണ് യുവതി യുവാക്കൾ എന്ന് തോന്നുന്നു. ഉടനെയാണ് പ്രധാന ഗോത്രവർഗ യുവാവ് ചില ഭക്ഷണപാനീയങ്ങളുമായി ജയിലിനുള്ളിലേക്ക് വന്നത്. അതിന്റെ പിന്നാലെ കൂടിയ കാമക്കടുവയായ യുവാവ് അവസരം നന്നായി മുതലാക്കി. പ്രധാന ഗോത്ര യുവാവ് കഞ്ഞിവെക്കാൻ താഴേക്ക് കുനിഞ്ഞപ്പോൾ തക്കസമയം മുതലെടുത്ത് വലിയൊരു കെട്ടിപ്പിടിയാണ് ഇരുകൂട്ടരും നടത്തിയത്. ദീർഘനേരമായി കെട്ടിപ്പിടിക്കാത്തതിന്റെയും ഉമ്മ വെക്കാത്തതിന്റെയും ഒക്കെ വലിയ നിരാശയുണ്ട് രണ്ടുപേരുടെയും കണ്ണുകളിൽ. എന്നാൽ മല്ലനായ പ്രധാന യുവാവിന് ഈ കെട്ടിപ്പിടി നന്നേ പിടിച്ച മട്ടില്ല. തന്റെ മുൻപിൽ വെച്ച് ഇത്തരം കെട്ടിപ്പിടികൾ താൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മല്ലനായ യുവാവിന് മറുപടിയായി ദീർഘനേരം കമ്പികൾക്കിടയിലൂടെ കെട്ടിപ്പിടിച്ചാണ് യുവാവും യുവതിയും തങ്ങളുടെ അരിശം തീർത്തത്. പ്രധാന യുവാവിനെ മിസ് ചെയ്യുന്നുണ്ടാവണം. വലിയ രീതിയിലുള്ള ആക്രോശങ്ങളാണ് യുവതി നടത്തുന്നത്. വളരെ വിരസതയോടെ ദീർഘനേരം ജയിലിന്റെ കമ്പിയിൽ പിടിച്ച് യുവതി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉമ്മയും കെട്ടിപ്പിടിയുമൊക്കെ യഥാസമയങ്ങളിൽ കിട്ടാത്തതിന്റെ നിരാശയാകാം. നേരം സന്ധ്യയാകാൻ പോകുന്നു. എല്ലാവരും അവരുടെ ഊരുകളിലേക്ക് ഉറങ്ങാൻ പോകുകയായി. എന്നാൽ തെല്ലി ഭീതിയോടെ കാരാഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് നോക്കിയിരിക്കുന്ന യുവതിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. തന്റെ ബെസ്റ്റിയായ യുവാവ് എവിടെയെന്ന മട്ടിലാണ് യുവതി നോക്കുന്നത്. കുറച്ചകലെയായി തന്റെ ബെസ്റ്റിയും മറ്റു യുവതികളും കോട്ടേജുകളിലൊന്നിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിന്റെ ചില സൂചനകൾ കാണാൻ സാധിക്കുന്നു. യുവതിയും യുവാവും ഏതൊക്കെയോ കൂടുഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ ഭയത്തോടെയാണ് പ്രധാന യുവതി കാരാഗൃഹത്തിന് പുറത്തേക്ക് നോക്കുന്നത്. തങ്ങളുടെ കൂടുതൽ കേളികൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാകാം തുണി ഉപയോഗിച്ച് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാകാത്ത പ്രധാന യുവതി തെല്ല് ആശ്ചര്യത്തോടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച പ്രധാന യുവതി കണ്ടത്. ബെസ്റ്റിയായ യുവാവിനരികിൽ മറ്റൊരു യുവതിയെ പൗരാണിക രീതിയിൽ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നു. തന്റെ ബെസ്റ്റിയായ പ്രധാന യുവാവിന്റെ കേളികൾ വ്യക്തമായി അറിയാവുന്ന പ്രധാന യുവതി തെളിഞ്ഞൊട്ടലോടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. താൻ ഭയന്നിരുന്ന പോലെ എന്തൊക്കെയോ ഈ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടാണ് യുവതിക്ക്. പൊടുന്നനെയാണ് ഞെട്ടലോടെ യുവതി ആ കാഴ്ച കണ്ടത്. കമിഴ്ന്നു കിടന്ന് ഉറങ്ങുകയായിരുന്ന ആ ഗോത്ര യുവതി തന്റെ ബെസ്റ്റിയുടെ മുകളിലേക്ക് പടർന്നു കയറുന്ന കാഴ്ചയാണ് പ്രധാന യുവതിക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ വലിയ കേളികൾ ഈ രാത്രിയിൽ സംഭവിച്ചേക്കാമെന്ന വലിയ ഭീതിയിലാണ് പ്രധാന യുവതിയെന്ന് തോന്നുന്നു. ഈ ഒരു നശിച്ച രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന മട്ടാണ് പ്രധാന യുവതിക്ക്. കേളികളിൽ തൽപരനായ തന്റെ ബെസ്റ്റി ഈ രാത്രിയിൽ വലിയ കേളികൾ അയച്ചുവിട്ടേക്കാമെന്ന വലിയ ആശങ്കയിലാണ് പ്രധാന യുവതി. ഗോത്രവർഗ യുവതിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു രാത്രിയാണ് കടന്നു പോകുന്നത്. അതിരാവിലെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങണം. തന്റെ ബെസ്റ്റിയായ യുവാവിനെയും യുവതിയെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന മട്ടിലാണെന്ന് തോന്നുന്നു യുവതി ഇരിക്കുന്നത്. യുവതിയുടെ ഇതുവരെയില്ലാത്ത ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ഇറ്റ്. ബൈ.